Hello everyone. Can you see me? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? Please type in yes. All right. So, ചെറിയൊരു introduction തരാം. My name is Abida and today we'll be dealing with English grammar. Okay. So, shall we start? Please type in yes. ഇന്ന് ഫുൾ ഗ്രാമർ പഠിക്കോ? ഫുൾ ഗ്രാമർ അല്ല, നമ്മൾ ജസ്റ്റ് ബേസിക്സ് ഇങ്ങനെ കവർ ചെയ്തിട്ട് പോകുന്നുള്ളൂ കേട്ടോ. ഇന്നൊരു ഫ്രേസൽ വേർബ്സ്, അതുപോലെ 2-3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മൊത്തം 1 hourനുള്ളിൽ തീർക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. ഓക്കെ ഫൈൻ, വി ആർ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് യെസസ്. ഓക്കെ വെരി ഗുഡ്, ഫൈൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ, സ്പെസിഫിക്കലി ഇംഗ്ലീഷ് ഗ്രാമർ ആണ്. ഓൾ റൈറ്റ്, നമ്മൾക്കറിയാം ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ്, നമ്മൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും 10th graders ആവട്ടെ, ഏത് ക്ലാസ്സിൽ നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പം വി ഷുഡ് ബി അവെയർ ഓഫ് വാട്ട് ഓൾ വി ഹാവ് ടു സ്റ്റഡി, അല്ലേ? നമ്മളൊരു ഇംഗ്ലീഷ് സബ്ജക്റ്റ് പെർട്ടിക്കുലർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ സിലബസിലുള്ളത്, അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം, അല്ലേ? എന്തൊക്കെയാണ് നമ്മൾക്ക് അതാണ് ഞാനിപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഇംഗ്ലീഷ് സബ്ജക്റ്റ് മാത്രമല്ല, ഏത് സബ്ജക്റ്റ് ആയാലും വി ഷുഡ് ഹാവ് എ സ്ട്രക്ചേർഡ് ഐഡിയ ഓഫ് വാട്ട് വി ഹാവ് ടു സ്റ്റഡി. നമ്മൾ ഇനി ഇംഗ്ലീഷ് നിങ്ങൾക്ക് വർക്ക്സ് എടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഫസ്റ്റ് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് ഉണ്ട്, അല്ലേ? ഓരോ യൂണിറ്റ്സിലും ഒരു 3-4 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. പോയംസ് പഠിക്കാനുണ്ട്, സ്റ്റോറീസ് പഠിക്കാനുണ്ട്, ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, സ്പീച്ച് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സംഗതികൾ പഠിക്കാനുണ്ട്. സോ ഇതിൻ്റെയൊക്കെ സമ്മറീസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വൺ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്, അല്ലേ? കാരണം ഈ സമ്മറീസ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പിന്നീട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. പിന്നെ ഒരു സ്റ്റോറി വെച്ചിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നെറേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് എക്സാമിന് വരും. സോ to be aware of the summary is very important. At least, okay, ഒരു വർക്കിന്റെ സമ്മറി എങ്കിലും അറിഞ്ഞിരിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എക്സാമിന് വരിക മെയിൻ ആയിട്ട് റൈറ്റിംഗ് ആണ്. ഒരുപാട് റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ് വരുന്നുണ്ട്, നോട്ടീസ് റൈറ്റിംഗ് ഉണ്ട്, അല്ലേ? അതുപോലെ നെറേഷൻ ഉണ്ട്, പ്രൊഫൈൽ എഴുതാനുണ്ട്, റൈറ്റപ്സ് ഉണ്ട്. റൈറ്റപ്സ് എന്താണ്? ക്രിട്ടിക്കൽ അനാലിസിസ്, അല്ലേ? ഒരു വർക്ക്, ഒരു പോയിമിനെ കുറിച്ച് നിങ്ങളോട് റൈറ്റപ്പ് എഴുതാൻ പറയുകയാണെങ്കിൽ റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കലി ആനലൈസ് ചെയ്യാണ്. ക്രിട്ടിക്കലി ആനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒപ്പീനിയൻ കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് എഴുതിയാലേ നമുക്കതിൽ കംപ്ലീറ്റ് മാർക്ക് കിട്ടുള്ളൂ. പോയം എന്താണെന്ന് ജസ്റ്റ് സമ്മറി മാത്രം എഴുതി വെച്ചാൽ നമുക്ക് അതിൽ ഫുൾ മാർക്ക് കിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് റൈറ്റിംഗിൽ വരുന്നത്. ഇതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, വാട്ട് ഈസ് റിട്ടൺ ഇൻ ദ ബ്ലൂ ബോക്സ്? ഓക്കെ, ആർ യു നോട്ട് ഏബിൾ ടു? അത് ലൈറ്റിംഗിന്റെ പ്രശ്നമാണ്. ദിസ് ഈസ് ചാപ്റ്റേഴ്സ്, ദിസ് ഈസ് റൈറ്റിംഗ്, ദിസ് ഈസ് പാസേജ്, ദിസ് ഈസ് ഗ്രാമർ. ഓക്കെ, അത് ഫോണ്ടിന്റെ കളറിന്റെ ഇഷ്യൂ ആണ്. ചാപ്റ്റേഴ്സ്, റൈറ്റിംഗ്, പാസേജ്, ഗ്രാമർ. എങ്ങനെയാണ് നിങ്ങളുടെ പോർഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ചാപ്റ്റേഴ്സ്, റൈറ്റിംഗും ഒരു ഏരിയ തന്നെയാണ് നമുക്ക് എക്സാമിൽ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നതാണ് നിങ്ങൾക്ക് പാസേജ് റൈറ്റിംഗ്. ഇതാണ് നിങ്ങൾക്ക് ഔട്ട് ഓഫ് സിലബസ് വരുന്ന ഒരു ഏരിയ, അല്ലേ? ഒരു പാസേജ് തന്നിട്ട് അതിൽ 2-5 ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് ആ പാസേജിൽ നിന്ന് നമ്മൾ ആൻസേഴ്സ് കണ്ടെത്തിയിട്ട് എഴുതുക. അതാണ് പാസേജ് റൈറ്റിംഗ്. ദാറ്റ് ഈസ് ഓൾസോ സംതിങ് ദാറ്റ് വിൽ ഡീൽ വിത്ത് ലേറ്റർ ഓൺ. ഓക്കെ, പിന്നീട് നമുക്ക് ഡീൽ ചെയ്യാം. ഇനി ഗ്രാമർ, ഇതാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സ്ഥിരമായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസും ചില ഏരിയാസും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെല്ലാം നമ്മൾ കവർ ചെയ്യുന്നില്ല. കഴിഞ്ഞ ഇയറൊക്കെ ഫോക്കസ് ഏരിയ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിരുന്നു, അതുകൊണ്ട് അവർക്ക് കുറച്ച് ഏരിയ മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ദിസ് ഇയർ വി ഡോണ്ട് ഹാവ് അത്ര നാരോഡ് ഡൗൺ എല്ലാം തോന്നുന്നുണ്ട്, അല്ലേ? എനിവേ, അതാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിവേ, വി വിൽ ഡീൽ വിത്ത് ഗ്രാമർ ടുഡേ. ഓക്കെ, ആൻഡ് ചാപ്റ്റേഴ്സ് എടുക്കൂല, ഓൺലി ഗ്രാമർ ആണോ? ഇന്ന് നമ്മൾ ഗ്രാമർ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇഫ് യു വാണ്ട് ചാപ്റ്റർ സമ്മറിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ വിൽ ഡീൽ വിത്ത് ഇറ്റ് ലേറ്റർ. ഓക്കെ ഫൈൻ, ഇന്ന് ഗ്രാമർ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ജനറലി മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആണ് ഫ്രേസൽ വെർബ്, എഡിറ്റിംഗ്, കോൺവെർസേഷൻസ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഫ്രേസൽ വെർബ്സ് ഒക്കെ സ്ഥിരമായിട്ട് 10th ഗ്രേഡിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ഏരിയയാണ് ഫ്രേസൽ വെർബ്സ് എന്നുള്ളത്. അപ്പോൾ ഫ്രേസൽ വെർബ്സ് എന്താണ്, അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് സോൾവ് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നതാണ് എഡിറ്റിംഗ്. നിങ്ങൾക്ക് ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സെന്റൻസസ് ഒക്കെ തന്നിട്ട്
അതിൽ എന്ത് ചെയ്യുക, മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. അവർ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാകും ആ മിസ്റ്റേക്കുള്ള ഏരിയ. അപ്പോൾ അത് നിങ്ങൾ റെക്ടിഫൈ ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് എഴുതുക. ദാറ്റ് ഈസ് എഡിറ്റിംഗ്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ സംതിങ് ദാറ്റ് വിൽ ഡിസ്കസ് ലേറ്റർ. പിന്നെ വരുന്നതാണ് കോൺവെർസേഷൻസ്. ഓക്കെ, ഈ കോൺവെർസേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു കോൺവെർസേഷൻസിലാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള ഗ്രാമർ ഏരിയാസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. രണ്ടാൾക്കാർ തമ്മിലുള്ള കോൺവെർസേഷൻ ഇട്ടിട്ട് ബ്ലാങ്ക് സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. ഇതിൽ വരുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ്സ്, അതുപോലെ ഇഫ് ക്ലോസ് വെച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യൻ ഫോംസ്, ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ആൻസർ തന്നിട്ടുണ്ടാകും. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൻസേഴ്സ് തരും, ക്വസ്റ്റ്യന് ബ്ലാങ്ക് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആൻസറിന് സൂട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫില്ലിൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഫ്രേസൽ വേർബ് എന്നും തെറ്റാറുണ്ട് ആദർശുണ്ണി. യാസ്, അത് ഫ്രേസൽ വേർബ് നമ്മൾ പെട്ടെന്ന് എന്താണ് ഫ്രേസൽ വേർബ് എന്ന് ഒരാൾ നമ്മളോട് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കത് കിട്ടിയെന്നിരിക്കണമെന്നില്ല അല്ലേ. പക്ഷെ അതൊക്കെ വെരി സിമ്പിളാണ്. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുമ്പോൾ പേടിച്ചോടും, അയ്യോ ഇംഗ്ലീഷ് ഗ്രാമർ എനിക്കൊന്നും അറിയില്ല, ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷേ വെൻ വി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ്, അതിൻ്റെ ഏതൊരു കാര്യം നമ്മൾ പഠിക്കുകയാണെങ്കിലും അതിൻ്റെ ബേസിക് സാധനം നമുക്ക് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഈസി ആയിരിക്കും അല്ലേ. അത് മാത്സ് ആയാലും സയൻസ് ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ. ഇഫ് വി അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ദിസ് ഗ്രാമർ, ഏത് ലാംഗ്വേജ് ആയാലും നമുക്ക് ഗ്രാമർ ഉണ്ട് അല്ലേ. മലയാളത്തിൽ നമ്മൾ ഗ്രാമർ ആലോചിച്ചിട്ടാണോ പറയുന്നത്? അല്ലല്ലോ. അതുപോലെ തന്നെ ഇംഗ്ലീഷിനും നമുക്ക് ഗ്രാമർ സംസാരിക്കാൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫ്രേസൽ വേർബ് എന്താ എന്നുള്ളത് ഞാൻ പറയും കേട്ടോ. സോ ആദർശണി, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് ക്ലാസ്. പിന്നെ ഞാൻ പറഞ്ഞു കോൺവെർസേഷൻസ്, അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഇയറിലൊക്കെ ഈ ഒരു 3 ഏരിയയിൽ മാത്രമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഇയർ. ഓക്കെ, ദിസ് ടൈം നമുക്കറിയില്ല. എനിവേ, വാട്ട് ആർ ഫ്രേസൽ വേർബ്സ്? അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ദി ആൻസർ. തെറ്റിയാലും കുഴപ്പമില്ല. ഇഫ് യു നോ, പ്ലീസ് ടൈപ്പ് ഇൻ ദി ആൻസർ. യെസ്, ഇവിടെ സന ജാഫർ പറഞ്ഞിട്ടുണ്ട്, എന്നോട് എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഫ്രേസൽ വേർബ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. യെസ്, ഫ്രേസൽ വേർബ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ 10th ഗ്രേഡ്. എല്ലായ്പ്പോഴും നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അറിയോ? ആർക്കെങ്കിലും അറിയോ? 2 verbs together. നൈന ഷെറിൻ പറഞ്ഞിട്ടുണ്ട് 2 verbs together. മുഹമ്മദ് നിഹാൽ, ഐ നോ verbs അല്ലേ. അത് ശരി, വേർബ്സ് ആണ്. ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, ഐ അഗ്രി വിത്ത് ദാറ്റ്. എനിവേ, ഫ്രേസൽ വേർബ്സ് എന്താണ്? അതിൽ ഹാഫ് കറക്റ്റ് ആണ്. നൈന പറഞ്ഞിട്ടുള്ള ഹാഫ് കറക്റ്റ് ആണ്. 2 verbs അല്ല, ഒരു വേർബ് ഉണ്ടായിരിക്കും അതിൽ. അതുകൊണ്ടാണ് ഫ്രേസൽ വേർബ് എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ഫ്രേസൽ വേർബ് എന്ന് ഞാൻ ക്ലിയർ ആക്കി തരാം. നിങ്ങൾ ഈ സെന്റൻസ് ഒന്നും കണ്ടു പേടിക്കണ്ട, അത് ഞാൻ ജസ്റ്റ് ഡെഫിനിഷൻ എന്തിനാ അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടിട്ടുള്ളതാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, എ ഫ്രേസ് കൺസിസ്റ്റിംഗ് ഓഫ് എ വേർബ് ആൻഡ് അനദർ എലിമെന്റ് വിച്ച് ക്യാൻ ബി adverb or prepositions. ബേസിക്കലി ഒരു വേർബ്, ഓക്കെ, ആ വേർബിന്റെ കൂടെ ഒരു അഡ്വേർബോ ഒരു പ്രിപ്പോസിഷനോ കൂട്ടി എഴുതുമ്പോൾ, കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ നമുക്കൊരു പുതിയ മീനിങ് കിട്ടും. അതാണ് ഫ്രേസൽ വേർബ്. ഇത്രേ ഉള്ളൂ. 2 വേർഡ്സ് നമ്മൾ ഒപ്പിടുമ്പോൾ നമുക്ക് വേറൊരു മീനിങ് കിട്ടുന്നതാണ് ഫ്രേസൽ വേർബ്. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു വേർബ് എന്തായാലും ഉണ്ടാകും, അതാണ് ഫ്രേസൽ വേർബ്. ഒരു വേർബിന്റെ കൂടെ പ്രിപ്പോസിഷൻ. അഡ്വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്വേർബ് എന്താ? യെസ് യെസ് ഷംലി, കമ്പൈൻ വിത്ത് അഡ്വേർബ്. യെസ്, എന്താണ് അഡ്വേർബ്? വേർബ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാൾ, അമാൻ ഫഹീം. വാട്ട് ഈസ് എ വേർബ്? വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻസ്. എന്ത് ആക്ഷൻസിനും നമ്മൾ വേർബ്, ചാടുക, ഇരിക്കുക, ഉറങ്ങുക, ഓക്കെ, പാടുക, ഡാൻസ് കളിക്കുക, ഇതൊക്കെ എന്താ? വേർബ്സ് ആണ്. ആക്ഷൻസിനാണ് വേർബ്സ് എന്ന് പറയുന്നത്. സോ സിങ്, ഡാൻസ്, സിറ്റ്, സ്ലീപ്പ്, ജംപ്, ഗോ, ഇതൊക്കെ എന്താ? നടക്കുന്നതിന്, ഇരിക്കുന്നതിന്, ഓടുന്നതിന്, ഉറങ്ങുന്നതിന്, ഇതൊക്കെ എന്താണ്? നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് ആണ് അല്ലെ. ക്ലിയർ ആയില്ലേ? അതാണ് വേർബ്. ഓക്കെ, അപ്പോൾ ഒരു വേർബിന്റെ കൂടെ അഡ്വേർബ് എന്ന് പറഞ്ഞാൽ എന്തോ? ആ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് അഡ്വേർബ് എന്ന് പറയുക. ആ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് അഡ്വേർബ്. അല്ലെങ്കിൽ പ്രിപ്പോസിഷൻസ്. പ്രിപ്പോസിഷൻസ് എന്താ? വാട്ട് ആർ പ്രിപ്പോസിഷൻസ്? Does anyone know what are prepositions? ഒന്നുമില്ല. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടു, ഇൻ, അറ്റ്, ഓൺ, ഇതൊക്കെ അല്ലേ നമ്മൾ സിമ്പിൾ ആയിട്ട് ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഇതൊക്കെ പ്രിപ്പോസിഷൻസ്. അപ്പോൾ ഒരു വേർബിന്റെ കൂടെ ഒന്നെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ ആഡ്വേർബ് ആഡ് ആവുന്നതാണ് എന്ത്? ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more വേർഡ്സ്. ഞാൻ എക്സാമ്പിൾസ് ഇവിടെ എഴുതിയിട്ടുണ്ട് താഴെ. ലുക്ക് അറ്റ് ദിസ് ഫ്രേസൽ വേർബ്, ഗിവ് അവേ. ഗിവ് അവേ എന്താണെന്ന് അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ.
എവ്രി വൺ നോസ് വാട്ട് ഗിവ് അവേസ്. ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഇതിൽ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഗിവ് അവേസ് ഉണ്ടാവാറുണ്ട്, ഗിവ് അവേസിൽ പങ്കെടുക്കാറുണ്ട്. ഗിവ് അവേസ് എന്ന് പറയുന്നത് ആർക്കും ഒരു പുതിയ സംഗതിയല്ല. പക്ഷേ എങ്ങനെയാണ് ഈ ഗിവ് അവേ ഫ്രേസൽ വേർബ് ആവുന്നത്? ഡിഡ് എനി വൺ നോ ഗിവ് അവേ വാസ് എ ഫ്രേസൽ വേർബ്? ഗിവ് അവേ ഒരു ഫ്രേസൽ വേർബാണ്, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെ. ഇതിൽ ഗിവ് എന്നുള്ളത് എന്താ? നൽകുക അല്ലെ. ഗിവിന്റെ മീനിങ് എന്താ? നൽകുക എന്നാണ്. അപ്പൊ ഗിവ് ഇസ് എ വേർബ്. അവേ, അതിന്റെ കൂടെ അവേ കൂടെ ആഡ് ആകുമ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഒപ്പം എഴുതുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് മീനിങ് ആണ് കിട്ടുക. ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കി നോക്കൂ. രണ്ടും വെവ്വേറെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒപ്പം വെക്കുന്ന മീനിങ് അല്ല കിട്ടുക. നമ്മൾ വേറെ കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യുക അല്ലേ. അവൾ പോയി, ഷീ വെന്റ് അവേ. അവിടെ അവേന്ന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? വേറൊരു കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഗിവും. ഓക്കെ, ഐ ഗേവ് ഇറ്റ് ടു ഹെർ, ഞാൻ അവൾക്ക് നൽകി, അവൾക്ക് കൊടുത്തു. സോ അവിടെ ഗിവ് വേറെ കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതുപോലത്തെ രണ്ട് വേർഡ്സ്, ഒരു വേർബും ഒരു അഡ്വേർബ് അല്ലെങ്കിൽ പ്രിപ്പോസിഷനും കൂടെ കൂട്ടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ് ഫ്രേസൽ വേർബ് എന്നുള്ളത്. അപ്പൊ ഗിവ് അവേ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ ഡൊണേഷൻസ്, ഇതിനൊക്കെയാണ് ഗിവ് അവേ എന്ന് പറയാം. ഇത് രണ്ടും ഒപ്പം വന്നാൽ മാത്രമാണ് ഈ മീനിങ് വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ ഫ്രേസൽ വേർബ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ് ആണ്. അതുപോലെ തന്നെയാണ് ഷോ ഓഫ് അല്ലെ. നമ്മൾ പറയാനുണ്ടാവും ഭയങ്കര ഷോ ആണെന്ന് പറയും അല്ലെ. അപ്പൊ ഷോ, അത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴാണ് അവൻ ഭയങ്കര ഷോ എന്ന് മാത്രം വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി ഷോ ഓഫ് എന്നാണ് അല്ലെ. സോ ഷോ ഓഫ് എന്താണ്? പ്രഹസനം. അതിനാണ് ഷോ ഓഫ് എന്ന് പറയുന്നത്. സോ ഹിയർ നമ്മൾ ഷോ വേറെയും ഓഫ് വേറെയും ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോ ഓഫ് എന്നുള്ള മീനിങ് കിട്ടില്ല. അപ്പൊ രണ്ട് ഡിഫറെന്റ് വേർഡ്സ് ജോയിൻ ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് ഒരു പുതിയ മീനിങ് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് എ ഫ്രേസൽ വേർബ്. ഓക്കെ, is it clear? Yes, it is an idiomatic expression. അങ്ങനെ വേണമെങ്കിലും പറയാം. ഇറ്റ് ഈസ് എൻ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. ഫ്രേസൽ വേർബ് എന്താണ് എന്നുള്ള ഡെഫിനിഷൻ ആണ് ഞാൻ തന്നിട്ടുള്ളത്. ഓക്കെ, ഗിവ് അവേ, ഷോ ഓഫ്, അതുപോലെ തന്നെയാണ് ക്യാരി ഓൺ അല്ലെ. ക്യാരി ഓൺ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഒരാളോട് പറയാണ് നമ്മൾ, ഞാൻ ഇവിടെ ഇരുന്നോളാം, യു ക്യാരി ഓൺ വിത്ത് യുവർ വർക്ക്. അതിൻ്റെ അർത്ഥം എന്താ? നീ എന്താ ചെയ്തോണ്ടിരുന്നത് ചെയ്തോ, ഞാൻ എൻ്റെ വർക്ക് ഞാൻ ഇവിടെ ഇരുന്നോളാം, ഐ വോണ്ട് ഡിസ്റ്റർബ് യു അല്ലെ. അവിടെ ക്യാരി ഓൺ എന്ന് നമ്മൾ പറയും. യു കണ്ടിന്യൂ വിത്ത് യുവർ വർക്ക് എന്നാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സപ്പോസിറ്റ്ലി ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് സെപ്പറേറ്റ് ആക്കി എന്ന് വിചാരിക്കാം. ക്യാരി വേറെ വെച്ചു, ഓൺ എന്ന് വേറെ വെച്ചു. അത് രണ്ട് വേർഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മീനിങ് കിട്ടൂല അല്ലെ. ക്യാരി ഓൺ എന്നുള്ള മീനിങ് കിട്ടൂല. സോ ക്യാരി ഓൺ, യു ക്യാൻ ക്യാരി ഓൺ വിത്ത് യുവർ വർക്ക്. അതും ഒരു ഫ്രേസൽ വേർബാണ്. അതുപോലെ തന്നെയാണ് പുട്ട് അപ്പ് വിത്ത് അല്ലെ. പുട്ട് അപ്പ് വിത്ത് എന്താണ്? നമ്മൾ സഹിക്കുക എന്നൊക്കെ പറയില്ലേ, ടോളറേറ്റ് ചെയ്യുന്നതിനാണ് പുട്ട് അപ്പ് വിത്ത് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫ്രേസൽ വേർബ് പുട്ട് അപ്പ് വിത്ത്. പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ 1 മണിക്കൂർ അവളുടെ സംസാരം സഹിച്ചു നിന്നു, അങ്ങനെ പറയാം. ഐ പുട്ട് അപ്പ് വിത്ത് ഹെർ ഫോർ എൻ അവർ, ഹെർ ടോക്ക് ഫോർ എൻ അവർ എന്നാണ് പറയാം. അവിടെ പുട്ട് അപ്പ് വിത്ത്, നമ്മൾ പുട്ട് വേറെയും അപ്പ് വേറെയും വിത്ത് വേറെയും വെച്ച് കഴിഞ്ഞാൽ, സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വോണ്ട് ഗെറ്റ് ദ മീനിങ്. പുട്ട് അപ്പ് വിത്ത് ടുഗദർ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ ഫ്രേസൽ വേർബ് ആൻഡ് വി ഗെറ്റ് എ ഡിഫറെന്റ് മീനിങ് ഫ്രം ഇറ്റ്. അതുപോലെ തന്നെയാണ് ഗോ ഓൺ, ടേൺ ഡൗൺ, ഗോ ഫോർ, ടേൺ അപ്പ്, ലുക്ക് അപ്പ് ടു എന്നൊക്കെ ഉള്ളതിന് ഇതൊക്കെ ഫ്രേസൽ വേർബ്സ് ആണ്. ഇനിയും ഒരുപാട് ഫ്രേസൽ വേർബ്സ് ഉണ്ട്. ഓക്കെ, സോ വൺ തിങ് ദറ്റ് യു ക്യാൻ ഡു ഇസ്, നിങ്ങൾ ഇതുപോലത്തെ ഫ്രേസൽ വേർബ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥങ്ങൾ അതിൻ്റെ സെൻറ്റൻസ് വെച്ചിട്ട് തന്നെ ഫില്ലിൻ ചെയ്ത് പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രേസൽ വേർബ്സ് നമുക്ക് ഓൾറെഡി അറിയും. ഇനി ക്വസ്റ്റ്യൻ, ഫോർ എക്സാമ്പിൾ എക്സാമിന് നമ്മൾക്ക് അറിയാത്തൊരു ഫ്രേസൽ വേർബ് വന്നു എന്ന് വിചാരിക്കുക. പക്ഷെ അങ്ങനെ ആണെങ്കിൽ കൂടും ബാക്കി 4 നമുക്ക് അറിയെങ്കിൽ നമുക്ക് ഗസ് ചെയ്ത് എഴുതാം അല്ലെ, അസ്യൂം ചെയ്തിട്ട് എഴുതാം. അതിന് വേണ്ടിയാണ് യു ഹാവ് ടു ബി എക്സ്പോസ്ഡ്. നമ്മൾ നന്നായിട്ട് അത് വായിക്കാം. Okay, so this is a question that was asked in March question paper, English paper il vannittulla oru question aanu. So I want you all to answer this. Okay, turn down, reject, yes, very good. Put up with is bear with, aduvole go for is aim, steamed out, and aman okay, so ഇതൊക്കെ എന്താണ്? ഫ്രേസൽ വേർബ്സ് ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക എക്സാമിന്. നിങ്ങൾക്ക് ഫ്രേസൽ വേർബ്സ് തന്നിട്ടുണ്ടാകും ആൻഡ് എ പാസേജ് ഓർ എ സെറ്റ് ഓഫ് സെന്റൻസസ് തന്നിട്ടുണ്ടാകും. യു ഹാവ് ടു ഫിൽ ദീസ് വിത്ത് ദി ആൻസേഴ്സ് ദാറ്റ്. നിങ്ങൾക്ക് നല്ല സിമ്പിൾ ആണ്, ആൻസേഴ്സും തന്നിട്ടുണ്ട്, ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് സെന്റൻസ്. എ ലോട്ട് ഓഫ് പീപ്പിൾ ഡാഷ് ടു വാച്ച് ദ ഷൂട്ടിംഗ് ഓഫ് ദ ഫിലിം. അവിടെ എന്താ വരിക?
what is adverb? Sorry, Aman Fahim, adverb is the word that describes verb. Verbനെ describe ചെയ്യുന്ന word ആണ് adverb. Okay, clear ആയില്ലേ? Okay, fine. Someone answer this. A lot of people dash to watch the shooting of the film. Yes, turn up എന്ന് പറഞ്ഞിട്ടുണ്ട് ഹയ ഫാത്തിമ, ഫൈസ, വിനയ, സദീദ. ഇവരൊക്കെ സോറി സദീദ് അല്ല, ദേവി. ഓക്കെ, സോ ഇവരൊക്കെ ടേൺ അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ what you have to note is ടേൺ അപ്പ് എന്ന് എഴുതി അല്ലേ? പക്ഷേ ടേൺ അപ്പ് എന്നിവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തെങ്കിൽ കൂടി അക്കോർഡിംഗ് ടു ദ സെന്റൻസ് യു ഹാവ് ടു ചേഞ്ച് ദ ടെൻസ് നമ്മൾ അതിനനുസരിച്ച് മാറ്റി കൊടുക്കണം. ക്വസ്റ്റ്യന് നിങ്ങൾ ഓപ്ഷൻസ് അതുപോലെ എഴുതാൻ പറ്റില്ല. ഒരുപാട് പേര്, എന്താണ് ഈ സെന്റൻസിന്റെ അർത്ഥം? എ ലോട്ട് ഓഫ് പീപ്പിൾ ടേൺഡ് അപ്പ് ടു വാച്ച് ദ ഷൂട്ടിംഗ് ഓഫ് ദ ഫിലിമിന്റെ ഷൂട്ടിംഗ് കാണാനായിട്ട് ഒരുപാട് പേര് ആ ഫീൽഡിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. ടേൺഡ് അപ്പ്, അവരെല്ലാവരും കാണാൻ വന്നു. അപ്പൊ അവിടെ വന്നു എന്നാണ്, പാസ്റ്റ് ടെൻസ് ആണ്. വന്നു സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ് ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ടേൺഡ് അപ്പ് എന്നാക്കണം. അതിന്റെ സെക്കൻഡ് ഫോം ആഡ് ചെയ്യണം. ക്ലിയർ ആയോ? ഐ തിങ്ക് സംവൺ യെസ് ഫൈസ ടേൺഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യും. ഫൈസയാണ് ഏറ്റവും കറക്റ്റ് ആയിട്ട് അവിടെ എഴുതിയിട്ടുള്ളത്. ടേൺഡ് അപ്പ് എന്നാണ് വരിക. എ ലോട്ട് ഓഫ് പീപ്പിൾ ടേൺഡ് അപ്പ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതുപോലെ ആസ് ഇറ്റ് ഈസ് എഴുതരുത്. നമ്മുടെ സെന്റൻസ് ഏത് ഫോമിലാണ്, അവിടെ ഏത് ടെൻസ് ആണ് നമ്മൾ വേണ്ടത് നമ്മൾക്ക് മനസ്സിലാകണം. ഓക്കെ, ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. ദ ഫിലിം ക്രൂ ഡാഷ് റിക്വസ്റ്റിംഗ് ദ പീപ്പിൾ ടു ക്ലിയർ ദ ഫീൽഡ്. വാട്ട്സ് ദി ആൻസർ? The film crew dash requesting. ഇതിലുള്ള ഓപ്ഷൻസ് ആണ് കേട്ടോ ആൻസേഴ്സ് താഴെയുള്ള. ദ ക്രൂ വേർ എന്ന് എഴുതിയിട്ടുണ്ട് സൈനബ്, പക്ഷെ വേർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് മുകളിലില്ല. വി ഹാവ് ടു ആഡ് എ ഫ്രേസൽ വെർബ് ദേർ. എന്താണ്? യെസ്, വെന്റ് ഓൺ. യു കറക്റ്റ് ഫൈസ, ഹൈസം ആൻഡ് വിനയ ഗോ ഓൺ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഗോ ഓൺ എന്നുള്ള ഓപ്ഷൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ പക്ഷേ ഗോന്റെ പാസ്റ്റ് എന്താണ്? വെന്റ് ആണ് അല്ലെ? ദേ വെന്റ് ഓൺ റിക്വസ്റ്റിംഗ്. വെന്റ് ഓൺ റിക്വസ്റ്റിംഗ് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അവരിങ്ങനെ ജനക്കൂട്ടം തിക്കിത്തിരങ്ങി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഫിലിം ക്രൂ എന്ത് ചെയ്തു? അവരോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നതിനാണ് നമ്മൾ ഗോ ഓൺ എന്നുള്ളത് വെന്റ് ഓൺ എന്നാക്കിയിട്ട് എഴുതുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? went on. Is it clear? Okay. Go on എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. പക്ഷേ ഈ സെന്റൻസിന്റെ ഇതിനനുസരിച്ച് നമുക്കത് മാറ്റാൻ കഴിയണം. Okay. The crew went on requesting the people to clear the field. But all the requests were dashed by the big crowd. What is the answer? All the requests were dashed by the big crowd. അവിടെ എന്താ വരിക? Yes, correct. Faiza, Haya, you're all correct. Very good. Turned down. എന്ന് വെച്ചാല് അവര് കേട്ടില്ല, ആ റിക്വസ്റ്റ് അവര് കേട്ടില്ല. They rejected it. അപ്പൊ ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? റിജക്ട് ചെയ്തു. അവർ ആ റിക്വസ്റ്റ് എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു. അത് അവർ കേട്ടില്ല, അവർ തള്ളിക്കളഞ്ഞു എന്നാണ് ടേൺ ഡൗൺ. ഓക്കെ, അപ്പൊ അവര് ടേൺഡ് ഡൗൺ. So the requests were turned down by the big crowd that assembled there. But when the tiger emerged from the cage and dashed the crowd, they ran for their lives. ഇവിടെ എന്താ വരിക? Yes. Can someone answer? When the tiger emerged from the cage and dashed the crowd, they ran for their lives. Went on, turned up എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും അല്ല ആൻസർ. ഓക്കെ, സൈനബ് വെന്റ് ഫോർ എന്ന് എഴുതിയിട്ടുണ്ട്. യെസ്, അവിടെ ഗോ ഫോർ എന്നതിന്റെ ഇവിടെ ഉണ്ട്. ഗോ ഫോർ എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത്. വെന്റ് ഫോർ അല്ലെ? എന്തുകൊണ്ടാണ് വെന്റ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റാക്ക് ചെയ്തു എന്ന അർത്ഥത്തിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഐ വെന്റ് ഫോർ ദാറ്റ് ഐസ്ക്രീം, ഞാൻ ആ ഐസ്ക്രീം ആണ് സെലക്ട് ചെയ്തത്. ആ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം വെന്റ് ഫോർ എന്നുള്ളത്. ബേസിക്കലി ഇവിടെ ക്രൗഡിന്റെ അടുത്തേക്ക് പോയി എന്ന അർത്ഥത്തിൽ അറ്റാക്ക് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചാടി എന്ന അർത്ഥത്തിലാണ് ഇവിടെ വെന്റ് ഫോർ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ വെൻ ദ ടൈഗർ എമേർജ് ഫ്രം ദ കേജ് ആൻഡ് വെന്റ് ഫോർ ദ ക്രൗഡ്, ദേ റാൻ ഫോർ ദെയർ ലൈഫ്സ്. ഓക്കെ, സോ യെസ്,
സോ ഇതിൽ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ടാർഗറ്റ് വെന്റ് ഫോർ മീനിങ് ഹിയർ ഇസ് ടാർഗറ്റ് ഓർ അറ്റാക്ക്. യെസ് സൈനബ്, യു ആർ കറക്റ്റ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. ഇതുപോലെ ഒരു പാസേജ് തന്നിട്ട് യു വിൽ ഹാവ് ഫ്രേസൽ വേർബ്സ്, ഓപ്ഷൻസ് തന്നിട്ടുണ്ടാകും. അതിന് സൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ഇവിടെ എഴുതുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? കെൻ ഐ മൂവ് ഓൺ? ക്ലിയർ ആയോ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, അതും കൂടെ സോൾവ് ചെയ്യാം. ഓക്കെ, പ്ലീസ് ടൈപ്പ് ഇൻ യെസ്. ഓക്കെ റിഫ, താങ്ക് യു. ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു 7 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഐ വാണ്ട് യു ഓൾ ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, വി ഡാഷ് 4 years ago. എന്തായിരിക്കും ആൻസർ? വി ഡാഷ് 4 years ago. സൈനബ് എം, നൈസ് ക്ലാസ്. താങ്ക് യു സൈനബ്. എന്താണ് ഇതിന്റെ ആൻസർ? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? യെസ് യെസ് ഹയ ഫാത്തിമ, യു ആർ കറക്റ്റ്. ബ്രോക്ക് അപ്പ് അല്ലെ? അവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ബ്രേക്ക് അപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ഹിയർ, അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയായിരുന്നോ ബ്രോക്കപ്പ് ബ്രേക്കപ്പ് എന്നുള്ളത് ഒരു ഫ്രേസൽ വേർബ് ആണെന്ന്? ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വേർഡ്സ് ആണ്, പക്ഷെ വി ഡോണ്ട് നോ അല്ലെ ഇതൊക്കെ ഫ്രേസൽ വേർബ്സ് ആണെന്ന് അറിയില്ലായിരുന്നു. സോ വി ബ്രോക്ക് അപ്പ് 4 years ago. So that is a phrasal verb and we used past tense there. What about the second question? Second question answer എന്താ? They dash early. Yes Haya, very good. Rifa, yes. Set off അല്ലെ? ഇവിടെ set off, അവർ നേരത്തെ തന്നെ ഇറങ്ങി പുറപ്പെട്ടു എന്നാണ് set offന് അർത്ഥം. Okay, set off. Yes, good. Yes Devi, Shahal, Ahmad, Faiza, yes, Hani, Vinaya, Adi, everyone said the correct answer. Very good. Okay. The police were called to dash the fight. Avada endha varia? Third one. The police were called to dash the fight. Yes, ഇവിടെ ഹയ put off എന്ന് പറഞ്ഞിട്ടുണ്ട്. Put on അല്ല. ഫിദ, പുട്ട് ഓൺ എന്തായാലും അല്ല, ഞാൻ പറഞ്ഞുതരാം. അത് പുട്ട് ഓണിന്റെ മീനിങ് എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ആൻസേർഡ് പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് പറയാം, വേണമെങ്കിൽ പറയാം, ഇറ്റ്സ് എൻ ഓപ്ഷൻ. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റി വെച്ചു എന്നേ വരുള്ളൂ. പോസ്റ്റ്പോൺ ചെയ്തു എന്നൊക്കെയാണ് പുട്ട് ഓഫിന്റെ അർത്ഥം. അപ്പം നമ്മൾ ലോജിക്കലി ആലോചിക്കുകയാണെങ്കിൽ ഫൈറ്റ് നിർത്തി വെക്കല്ലേ നമ്മൾ ചെയ്യുക, ഫൈറ്റ് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ട് വരുന്ന വേറെ ഫ്രേസൽ വേർബ് ഏതാ ഉള്ളത്? യു ക്യാൻ സേ, ഞാൻ അത് കംപ്ലീറ്റ്ലി തെറ്റാന്ന് പറയുന്നില്ല കേട്ടോ, പക്ഷേ നമുക്ക് ഓപ്ഷൻസ് തരുമ്പോൾ എക്സാമിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് എഴുതിയാലാണ് നമുക്ക് മാർക്ക് കിട്ടുക അല്ലെ? ഇറ്റ് ക്യാൻ ബി എ പോസിബിൾ ആൻസർ, അത് കംപ്ലീറ്റ്ലി തെറ്റാന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഞാൻ പറഞ്ഞു ഏറ്റവും ആപ്റ്റ് ആയിട്ട് ഓപ്ഷൻസിൽ ഏറ്റവും ബെസ്റ്റ് ആൻസർ ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. യെസ്, ഓപ്പൺ സിം സിം, ഓപ്പൺ സിം സിം കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് അപ്പ് അല്ലെ? കോൾഡ് ടു ബ്രേക്ക് അപ്പ് ദ ഫൈറ്റ്. അപ്പൊ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ കോണ്ടെക്സ്റ്റിൽ മാത്രമേ ബ്രേക്കപ്പ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടായിരിക്കണം കൂടുതൽ പേരും ബ്രേക്കപ്പ് യൂസ് ചെയ്യാതിരുന്നത്. ദ പോലീസ് വേ കോൾ ടു ബ്രേക്കപ്പ് ദ ഫൈറ്റ് എന്ന് നിർത്തി വെക്കാൻ വേണ്ടിയിട്ട്, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? ആ ഒരു കോണ്ടെക്സ്റ്റ് തന്നെയാണ് ഇവിടെയും, സിമിലർ മീനിങ് തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ദ പോലീസ് വേ കോൾഡ് ടു ബ്രേക്ക് അപ്പ് ദ ഫൈറ്റ്, നിർത്താൻ വേണ്ടിയിട്ട്, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു എന്നാണ്. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? പുട്ട് അപ്പ് അല്ല കേട്ടോ ഷോർട്സ് ബോയ്, ഇറ്റ്സ് നോട്ട് പുട്ട് അപ്പ്. പുട്ട് അപ്പിന്റെ മീനിങ് അതല്ല. ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ഞാൻ പുട്ട് ഓഫിലേറെ ബെറ്റർ ആൻസർ ബ്രേക്കപ്പ് ആണെന്ന് പറയാൻ കാരണം? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? Is it clear? Okay. Fine, Mohammed Ramesh, yes. Okay. Any next question? എന്താണ്? Rahul dashed the paper after he read it. What's the answer? Rahul dashed the paper after he read it. Yes. ഒരുപാട് പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സദീദ ടേറപ്പ് എന്ന് എഴുതി. ടേറപ്പ് കറക്റ്റ് ഓപ്ഷൻ ആണ്, പക്ഷേ കറക്റ്റ് ആൻസർ അല്ല. ഓപ്ഷൻ അതാണ്, പക്ഷെ നമ്മളത് സെന്റൻസ്ക്ക് വരുമ്പോൾ അതിന്റെ ടെൻസ് മാറും അല്ലെ? വേർബിന്റെ സെക്കൻഡ് ഫോം വിച്ച് ഇസ് ദി പാസ്റ്റ് ടെൻസ്, അങ്ങനെ എഴുതണം. രാഹുൽ ടോർ അപ്പ്. ഒരുപാട് പേര് കറക്റ്റ് ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. സോ ഇവിടെ രാഹുൽ ടോർ അപ്പ്
the paper after he read it. Alright, so that is also a phrasal verb. ഇനിയാണ് കോമൺ ആയിട്ട് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്ന 3 phrasal verbs ആണ്. Put up, put on, put off. So അതിന്റെ ആ ആൻസേഴ്സ് ആണ് ഇത് മൂന്നും. I dash a coat. What's the answer? I put on. Wow, very good. Steamed oats, Zainab. Put on. Clear ആയോ? Put on. Okay. അപ്പൊ put on എന്ന് പറഞ്ഞാല് wear അല്ലെ? I put on a jacket. ഞാൻ ജാക്കറ്റ് ധരിച്ചു എന്നുള്ളതിനാണ് നമ്മൾ put on എന്ന് പറയുന്നത്. I put on jacket. നീ വെയിറ്റ് വെച്ചു എന്ന് എങ്ങനെ പറയാ? You put on weight. അവിടെയും നമുക്ക് put on യൂസ് ചെയ്യാം. Okay, I put on a coat. ഇവിടെ നമ്മൾ put on യൂസ് ചെയ്യും. ഇനി what about the next one? I dash the party. Does anyone know the answer? I dash the party. Yes, Sadida, correct. Haya, Aman, Open Sim, Muhammad Hadi, Fatima, Tasni, everyone, you've all said the correct answer. Put off, alle? Put off the party. Put off എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജസ്റ്റ് തൊട്ട് മുകളിൽ ഡിസ്കസ് ചെയ്തു. Put off എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് പോസ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു സെൻസിലാണ് നമ്മൾ പുട്ട് ഓഫ് ദ പാർട്ടി എന്ന് പറയാം. ഓക്കെ, ഐ പുട്ട് ഓഫ് ദ പാർട്ടി. What about the next one? ഇനി ആൻസർ ഓബ്വിയസ് ആണ് അല്ലെ? ഒറ്റ ഓപ്ഷനേ ബാക്കിയുള്ളൂ. എന്നാലും യു ക്യാൻ ഗെസ്. I dash with him for an entire day. I put up. Yes. Aman, Sadida, Faiza, very good. Put up. അപ്പൊ ഇതിന്റെ മീനിങ് നിങ്ങൾക്ക് സെന്റൻസ് വെച്ചിട്ട് മനസ്സിലായോ? പുട്ട് ഓൺ എന്താണ്, പുട്ട് ഓഫ് എന്താണ്, പുട്ട് അപ്പ് എന്താണ്? പുട്ട് അപ്പ് വിത്ത്, ഇത് ഒരു ഫ്രേസൽ വേർബ് ആണ്. പുട്ട് അപ്പ് വിത്ത്, ഞാൻ പറഞ്ഞു സഹിക്കുക, ടോളറേറ്റ് ചെയ്യുന്നതിനൊക്കെയാണ് പുട്ട് അപ്പ് എന്ന് പറയുക. ഞാൻ ഒരു ദിവസം മൊത്തം അവനെ സഹിച്ചു നിന്നു എന്നാണ് ഇതിനർത്ഥം. ഐ പുട്ട് അപ്പ് വിത്ത് ഹിം ഫോർ എൻ എൻറ്റയർ ഡേ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? കൻ ഐ മൂവ് ഓൺ? ഓക്കെ, ഫൈൻ. So now I hope you have understood what phrasal verbs are, അല്ലെ? Phrasal verbs എന്താണ്? Clear ആയോ? Phrasal verbs എന്ന് പറഞ്ഞാല് ഒരു വേർബും അതിന്റെ കൂടെ ഒരു പ്രിപ്പോസിഷനും അല്ലെങ്കിൽ ഒരു ആഡ്വേർബ് കൂടെ കമ്പൈൻ ചെയ്തിട്ട് എഴുതുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ്ലി പുതിയ ഒരു മീനിങ് കിട്ടും. നമ്മൾ അത് ജോയിൻ ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് പറയുന്ന സമയത്ത് വി ഗെറ്റ് എ ഡിഫറെന്റ് മീനിങ്, ആൻഡ് ദാറ്റ് ഇസ് ഫ്രേസൽ വേർബ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more വേർഡ്സ്. ഓക്കെ, ഒന്ന് വേർബ് ആയിരിക്കും, അതിന്റെ കൂടെ ആഡ്വേർബ് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ആരോ ചോദിച്ചിട്ടുണ്ട്, ഹൗ യു ഗൈസ് ഗോട്ട് ഓൾ ദ മീനിങ് ഓഫ് ദീസ് ഫ്രേസൽ വേർബ്സ് എന്ന് ഫിദ ചോദിച്ചിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാ ഫ്രേസൽ വേർബ്സും ചിലപ്പോൾ അറിഞ്ഞിരിക്കണം എന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് ഒരുപാട് സെന്റൻസസും ഇങ്ങനത്തെ യൂസേജസ് ഒക്കെ ഇങ്ങനെ കണ്ട് നമ്മൾ ഫെമിലിയറൈസ് ആയി കഴിഞ്ഞാൽ വി വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, കോണ്ടെക്സ്റ്റിനനുസരിച്ച് നമുക്ക് പിക്ക് ഔട്ട് ചെയ്യാൻ കഴിയും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുക്കുക, സോൾവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ജനറലി ചോദിക്കുന്ന ഒരുപാട് ഫ്രേസൽ വേർബ്സ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഇങ്ങനെ സോൾവ് ചെയ്തിട്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ കോണ്ടെക്സ്റ്റിൽ ഈ ഫ്രേസൽ വേർബാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരും. ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഗോ പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് മോർ സെന്റൻസസ്. ഓക്കെ, ഫ്രേസൽ വേർബ്സിന്റെ സെന്റൻസസ്. ഓൾറൈറ്റ്, സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്സിലറി വേർബ് എന്താണ് എന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് ആരോ ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേർബ് എന്താണ് എന്നുള്ളത് അല്ലെ? വേർബ് എന്താണ്? ക്ലിയർ ആയോ? അപ്പൊ വേർബ് എന്താണ് എന്നുള്ളത് ക്ലിയർ അല്ലേ? ആക്ഷൻസ് ആണ് അല്ലെ? നിങ്ങൾക്ക് ഇതെന്താണെന്നറിയോ? V1, V2, V3 സ്കൂൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഡു യു നോ വാട്ട് ഇറ്റ് ഈസ്? ഏതൊരു വേർബ് എടുക്കുകയാണെങ്കിലും നമുക്ക് അതിന്റെ ബേസ് ഫോം ഉണ്ടാകും. ബേസ് ഫോം അല്ലെ? ദാറ്റ് ഈസ് ബേസ് ഫോം ആണ് V1. അതിന്റെ തൊട്ട് നെക്സ്റ്റ് വരുന്നതാണ് V2, വിച്ച് ഈസ് ഇറ്റ്സ് പാസ്റ്റ് ഫോം. ഓക്കെ, പാസ്റ്റ് ടെൻസിനാണ് V2 എന്ന് പറയാം. V3 എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കം എന്താണ്? ബേസ് ഫോം ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? കെയിം ആണ് അല്ലെ? V3 കം എന്ന് തന്നെയാണ്. ഓക്കെ,
കം, കേം, കം. അതുപോലെ ഇവിടെ വേറെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സനാജ് തന്നിട്ടുണ്ട് ഡു, ഡസ്, ഡിഡ്. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ ഡു, ഡിഡ്, ഡൺ ആണ് തേർഡ് ഫോം വരുന്നത്. ഓക്കെ, ഡസ് എന്നുള്ളത് എസ് ഫോം ആണ്. ഓക്കെ, വി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് അവിടെയാണ് ഡസ് ഒക്കെ വരിക. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതെന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആയോ? യെസ്, റൈറ്റ്, റോട്ട്, റിട്ടൺ, അതും ഒരു എക്സാമ്പിൾ ആണ്. വെരി ഗുഡ്. റിട്ടൺ അല്ലെ? ഇനി സോ യു അണ്ടർസ്റ്റുഡ് വാട്ട് വേർബ്സ് ആർ. വേർബ് എന്താണ്, അതിന്റെ ഫോമുകൾ എന്താണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ടാണ് വി വിൽ ബി ഡീലിംഗ് വിത്ത് സംതിങ്. ക്വസ്റ്റ്യൻ ടാഗ്സ് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് യു വിൽ നീഡ് ദിസ്. ഇതെന്താണ് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇത് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു തന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു വിനയ. ഇനി വാട്ട് ആർ ഓക്സിലറി വേർബ്സ്? ഓക്സിലറി വേർബ്സ് എന്താ? യെസ്, ഇവിടെ ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഹെൽപ്പിംഗ് വേർഡ് അല്ലെ? സിയാദ് നിഹാദ് പറഞ്ഞു ഓക്സിലറി ഇസ് ഹെൽപ്പിംഗ് വേർഡ്. ദാറ്റ്സ് കറക്റ്റ്. ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വേർഡ്സ് ആണ്. നമ്മൾ ഓക്സിലറി വേർബ് എന്ന് പറയുമ്പോഴത്തേക്കും ഓക്സിലറി വേർബ് എന്താണ്, എനിക്കത് അറിയില്ല, ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്, അങ്ങനൊന്നും വിചാരിക്കേണ്ട. ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വേർബ് ആണ്. ഈ എക്സ്പ്ലനേഷൻ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ദിസ് ഇസ് ഹാർഡ് എന്നൊന്നും വിചാരിക്കണം കേട്ടോ. ഹെൽപ്പിംഗ് വേർബ്, ഓക്സിലറി വേർബ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മൈൻഡിലേക്ക് ഹെൽപ്പിംഗ് വേർബ് എന്ന് വന്നാൽ മതി. ഓക്കെ, ആ ഹെൽപ്പിംഗ് ആ ടേമിൽ തന്നെ നമുക്ക് മനസ്സിലാകും അല്ലെ? നമ്മൾ വേർബ് എന്താണെന്ന് പഠിച്ചു. വേർബിൽ തന്നെ മെയിൻ വേർബ് വരും, അതുപോലെ ഓക്സിലറി വേർബ് അഥവാ ഹെൽപ്പിംഗ് വേർബ് വരും. മെയിൻ വേർബ് എന്താ നമ്മൾ പറഞ്ഞു? ജംപ്, സ്റ്റഡി, സ്ലീപ്പ്, ഇതൊക്കെ മെയിൻ വേർബ്സ് ആണ്. നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന വേർബ്സ് അതൊക്കെ മെയിൻ വേർബ്സ് ആണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഓക്സിലറി വേർബ്സ് അഥവാ ഹെൽപ്പിംഗ് വേർബ്. അതിന്റെ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എ വേർബ് ദാറ്റ് ആഡ്സ് ഫങ്ഷണൽ ഓർ ഗ്രമാറ്റിക്കൽ മീനിങ് ടു ദ ക്ലോസ് ഇൻ വിച്ച് ഇറ്റ് അക്കേഴ്സ്. അപ്പൊ ഹെൽപ്പിംഗ് വേർബ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് us to understand the grammatical position. ഒരു സെന്റൻസ് നമ്മൾ വായിക്കുന്ന സമയത്ത് അത് ഏത് ടെൻസിലാണ്, അത് കഴിഞ്ഞ സംഗതിയാണോ, പാസ്റ്റ് ആണോ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന വേർബാണ് ഓക്സിലറി വേർബ് ഓർ ഹെൽപ്പിംഗ് വേർബ്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഈ ഓക്സിലറി വേർബ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്ത് വന്നാൽ മതി? ഹെൽപ്പിംഗ് വേർബാന്ന് വന്നാൽ മതി. ഹെൽപ്പിംഗ് വേർബ് എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് മനസ്സിലാവും അല്ലെ? ഹെൽപ്പിംഗ് ആ ഒരു ടേമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഹെൽപ്പിംഗ് വേർബാണ്. ഇറ്റ് ഹെൽപ്സ് us to understand the grammatical position of a sentence. Okay, ഇതൊക്കെ ഓക്സിലറി വേർബ്സ് ആണ്. ഇഫ് യു വാണ്ട് യു ക്യാൻ റൈറ്റ് ദിസ് ഡൗൺ. ഓക്കെ, ഇതൊക്കെ ഓക്സിലറി വേർബ്സ് ആണ്. is, was, were, am, are, do, does, did, has, have, had, will, would, shall, should, okay, can, could, may, might, must, need, going to, ought to. These are all auxiliary verbs. Okay, these are all helping verbs. Is it clear? Okay, let's move on then അല്ലേ? ഫൈൻ. അപ്പൊ ഓക്സിലറി വേർബ്സ് എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാൻ കാരണം ഇനി വിൽ ബി ഡീലിംഗ് വിത്ത് ക്വസ്റ്റ്യൻ ടാഗ്സ്. ക്വസ്റ്റ്യൻ ടാഗ്സ് എന്താണ്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ബിഗിനിങ്ങിൽ പറഞ്ഞു അല്ലെ, നിങ്ങൾക്ക് ഫ്രേസൽ വേർബ്സ് ചോദിക്കാറുണ്ട്, എഡിറ്റിംഗ് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ കോൺവെർസേഷൻസ് ജനറൽ ആയിട്ട് ചോദിക്കാറുണ്ട്. ജസ്റ്റ് അപ്പൊ ആ കോൺവെർസേഷൻസിൽ വരുന്ന ഗ്രാമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ, ഓ അവള് ഭയങ്കര ടോളാണ് അല്ലേ, ആ അല്ലേ എന്ന് കേട്ടില്ലേ? അവൾ ഭയങ്കര ടോളാണ് അല്ലേ, ആ അല്ലേ ആണ് ക്വസ്റ്റ്യൻ ടാഗ്. ക്ലിയർ ആയോ? ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റിൽ ഇങ്ങനെ പറയില്ലേ, മലയാളത്തിലും ഉണ്ട് നമുക്ക് അങ്ങനെ. അല്ലേ എന്ന് ചോദിച്ചതാണ് ക്വസ്റ്റ്യൻ ടാഗ്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും നമ്മൾ ഷീ ഈസ് സ്മാർട്ട്, ഇസൻ ഷീ, അങ്ങനെ ചോദിക്കില്ലേ നമ്മൾ മലയാളത്തിൽ? അതിനാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലും നമ്മൾ അങ്ങനെ ചോദിക്കും. ഇഫ് ദർ ഇസ് എൻ ഓക്സിലറി വേർബ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ്, ഓക്സിലറി വേർബ് എന്താണെന്ന് ക്ലിയർ അല്ലേ? If there is an auxiliary verb in the statement, we use it to form the question tag. അപ്പോൾ ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സാമിന് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക? കോൺവെർസേഷൻസ് ജസ്റ്റ് ഇങ്ങനെ ബ്ലാങ്ക് ആക്കി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഷീ ഈസ് സ്മാർട്ട് ഡാഷ് ഷീ എന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് ഫില്ലിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പെർട്ടിക്കുലർ സെന്റൻസിൽ
ഈ പെർട്ടിക്കുലർ സെന്റൻസിൽ ഓക്സിലറി വേർബ് ഏതാ? ഷീ ഈസ് സ്മാർട്ട്. അതിൽ ഓക്സിലറി വേർബ് ഏതാ? Can someone say? Yes, is ആണ് ഇതിലെ ഓക്സിലറി വേർബ് അല്ലെ. അപ്പോ ഇവിടെ ആൻഡ് ഡു യു നോ വാട്ട് പോസിറ്റീവ് സെന്റൻസസ് ആൻഡ് നെഗറ്റീവ് സെന്റൻസസ് ആർ? യെസ്, പോസിറ്റീവ് സെന്റൻസ്. ഷീ ഈസ് സ്മാർട്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. സ്മാർട്ട് അല്ല, ഇല്ല, അല്ല, ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല, ഇതൊക്കെ എന്താണ്? ഇല്ല, അല്ല എന്ന് വരുന്നതാണ് നെഗറ്റീവ് സെന്റൻസ്. ഇവിടെ ഷീ ഈസ് സ്മാർട്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഓക്സിലറി വേർബ് ഈസ് ആണ്. ആ ഈസ് നമ്മൾ പോസിറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ എഴുതുക. ഓക്കെ, ഒരുപാട് പേര് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആൻഡ് ദിസ് പാർട്ട് ഇസ് വെരി സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചിലവർക്ക് ഇത് നല്ല സിമ്പിൾ ആയിരിക്കും. ആൻഡ് വെരി ഗുഡ്, ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സിമ്പിൾ പാർട്സ് ഒക്കെ കവർ ചെയ്യുന്നത്. ഓക്കെ, ഷീ ഈസ് സ്മാർട്ട്. അപ്പോൾ isn't ഷീ എന്നാണ് വരിക അല്ലെ. ഈസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ടാഗ് വന്ന സമയത്ത് ഓക്സിലറി വേർബിനെ നമ്മൾ നെഗറ്റീവ് ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, ഷീ ഈസ് സ്മാർട്ട്, isn't ഷീ. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക, ഇവിടെ പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത്. ഓക്കെ, ഓക്സിലറി വേർബ് എടുത്തിട്ട് isn't ഷീ. ഇനി ഇറ്റ് വാസ് റെയിനിങ്, ഇവിടെ ഏതാണ് ഓക്സിലറി വേർബ്? യെസ്, ഒരുപാട് പേര് കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. യെസ്, ഇവിടെ ഓക്സിലറി വേർബ് എന്താണ്? വാസ് ആണ് അല്ലെ. ഇറ്റ് വാസ് റെയിനിങ്. അപ്പോ wasn't it എന്നാണ് ഇവിടെ വരിക അല്ലെ. വാസ് പ്ലസ് നോട്ട് ആണ് wasn't അല്ലെ. സോറി, ഇവിടെ അല്ല, ഇവിടെ wasn't. isn't, wasn't. it wasn't raining. it was raining, wasn't it? ഓക്കെ, ഇനി he didn't call you. ഇതെന്ത് സെന്റൻസ് ആണ്? is it a positive sentence or negative sentence? Can someone say? Is it a positive sentence or a negative sentence? Yes. Sana Jafar, very good. It is a negative sentence. അല്ലേ? Did not. വിളിച്ചിട്ടില്ല. He did not call you. അവൻ നിന്നെ വിളിച്ചിട്ടില്ല അല്ലേ. അതാണ് അല്ലേ ആണ് ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്. സോ he didn't call you. ഇവിടെ നെഗറ്റീവ് വന്നു, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പോസിറ്റീവ് എഴുതുന്നത്. He didn't call you. ഇതാണ് ഓക്സിലറി വേർബ് അല്ലേ. He didn't call you. Did he? Okay. ഇനി we have Ravi didn't come home. ഇവിടെ എന്താ എഴുതാ? Can someone say the answer? Ravi didn't come home. Yes, correct. Adil, Amal, Ahmad, Muhammad Ali. That's correct. Very good. Ravi didn't come home. Did he? ഇവിടെ he എന്നുള്ളത് എന്താണ്? രവി എന്നുള്ളത് ഒരു നൗൺ ആണ് അല്ലെ. ഇവിടൊക്കെ നമ്മൾ പ്രൊനൗൺസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹീ, ഷീറ്റ് ഒക്കെ എന്താണ്? പ്രൊനൗൺസ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ രവി എന്നുള്ളത് ഒരു സബ്ജക്റ്റ് ആണ്. അപ്പം അതിന്റെ പ്രൊനൗൺ ആണ് ഇവിടെ ഹീ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡിഡ് ഹി നെഗറ്റീവ് വന്നു, പോസിറ്റീവ് യൂസ് ചെയ്തു. രവിയുടെ സബ്ജക്റ്റ് ഡിഡ് ഹി. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ദിസ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഓക്സിലറി വേർബ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എഴുതുക ആൻഡ് അതിന്റെ പ്രൊനൗണും എഴുതുക. ഇനി is it clear? All right, so let's move on. Now these are all sentences which need filling. Question tags ആണ്. ഇത് കുറച്ചുകൂടെ ലെവൽഡ് അപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മറ്റേതിൽ നമുക്ക് ഓക്സിലറി വേർബ്സ് ഉണ്ടായിരുന്നു. ഇനി ഈ സെന്റൻസിൽ, ഈ 4 സെന്റൻസിൽ നമുക്ക് ഓക്സിലറി വേർബ്സ് ഇല്ല. ഈ 3 സെന്റൻസിൽ I come to school every day. So here come to school എന്നാണുള്ളത്. We don't have an auxiliary verb there. അല്ലെ, ഇവിടെ പ്രിപ്പോസിഷൻ ആണ്. to എന്നുള്ളത് പ്രിപ്പോസിഷൻ ആണ്. We don't have an auxiliary verb. അപ്പൊ എന്താ നമ്മൾ ചെയ്യാ? Yes, we have the verb here, come. ഓക്സിലറി വേർബ് ഇല്ലാഞ്ഞാൽ നമ്മൾ മെയിൻ വേർബ് നോക്കുക, അത് ഏത് ഫോമിലാണ് എന്ന് നോക്കുക. ഐ കം ടു സ്കൂൾ എവറി ഡേ. ആ മെയിൻ വേർബിന്റെ ഫോം ഏതാണോ ആ ഫോമാണ് നമ്മൾ ഇവിടെ എഴുതുക. ദാറ്റ് ഈസ് കം, ഫസ്റ്റ് ഫോം അല്ലെ. V1, V2, V3 എന്നതിൽ V1 ആണത്. V1, ഐ കം ടു സ്കൂൾ എവറി ഡേ. സോ അവിടെ എന്താ വരിക? ഡോണ്ട് ഐ. ഓക്കെ, ജസ്റ്റ് നോട്ട് ഇറ്റ്. ഓക്കെ,
ഓക്കെ, ഇവിടെ V1 വന്നു, അതുകൊണ്ട് നമ്മൾ ഡൂന്റെ നെഗറ്റീവ് ഡോണ്ട് യൂസ് ചെയ്തു. ഓക്കെ, സോ ഐ കം ടു സ്കൂൾ എവറി ഡേ, ഡോണ്ട് ആയി. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ, ഷീ സബ്മിറ്റ്സ് ഹെർ അസൈൻമെന്റ് ഓൺ ടൈം. ഇവിടെ ഷീ സബ്മിറ്റ്സ്, ഷീ എന്ന് വന്നു, അതുകൊണ്ട് എസ് വന്നു അല്ലെ. എസ് എന്നുള്ളത് എന്താണ് ആക്ച്വലി? അത് ഡസിന്റെ എസ് ആണ്. ഡസിന്റെ എസ് ആണ് സബ്മിറ്റ്സ് എന്നുള്ളത്. അപ്പൊ അവിടെ എസ് വന്നത് കൊണ്ട് ഇവിടെ എന്താണ് വരിക? എന്താണ്? യെസ്, കറക്റ്റ്, വെരി ഗുഡ്. ഡസന്റ് ഷീ. ഓക്കെ, ഇർഫാൻ, ഫൈസ, മുഹമ്മദ് ഹാദി, മുഹമ്മദ് അലി, ദേവി എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് വൺ? ഹി ഡാൻസ്ഡ് ഓൾ നൈറ്റ്. ഹി ഡാൻസ്ഡ് ഓൾ നൈറ്റ്. Yes, Haya Fatima, correct answer. Didn't he? Steam Dude, Open Sim, Sadida, you've all answered correctly. He danced all night. Didn't he? അല്ലേ? Danced ആണ്, which is second form. അതുകൊണ്ട് did വന്നു, and this is positive. അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് വന്നു അല്ലേ? ഇനി he didn't dance all night. അപ്പൊ ഇവിടെ നെഗറ്റീവ് വന്നു, അതുകൊണ്ട് ഇവിടെ എന്ത് വരും? He didn't dance all night. യെസ്, വിനയ, ഹയ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹി ഡിഡ്ന്റ് ഡാൻസ് ഓൾ നൈറ്റ്. ഡിഡ് ഹി? ഓക്കെ, വെരി ഗുഡ്. സോ ദിസ് ഇസ് സംതിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്സിലറി വേർബ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക, ആൻഡ് ഓക്സിലറി വേർബ്സ് ഇല്ലെങ്കിൽ ഹൗ ടു ഫൈൻഡ് ഔട്ട്. ഇത് ചിലവർക്ക് വെരി സിമ്പിൾ ആയിരിക്കും, ഇങ്ങനൊന്നും ആലോചിക്കേണ്ടി വരില്ല. അല്ലാതെ തന്നെ യു വിൽ ബി ഏബിൾ ടു ഫിൽ ഇൻ ദി ആൻസർ. നമുക്ക് ആ സെന്റൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ചിലപ്പോൾ ഇത് വരുന്നവരുണ്ടാകും. ഇഫ് സോ ദാറ്റ് ഈസ് റിയലി ഗുഡ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ യു ക്യാൻ ഫോളോ ദിസ് മെത്തേഡ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ആൻസർ കണ്ടെത്താം. ഓക്കെ, ഇനി ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കൂ. കം ഹിയർ, പ്ലീസ് സൈൻ ഹിയർ. ഇതൊക്കെ എന്താണ്? ഇംപെരറ്റീവ്സ് ആണ് അല്ലെ. നമ്മൾ കമാൻഡ് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക, ഇങ്ങോട്ട് വരണം, അത് ചെയ്യ്, ഇത് ചെയ്യ്, ഓക്കെ, അങ്ങോട്ട് പോ. അതൊക്കെ എന്താണ്? കമാൻഡ്സ് ആണ്, അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ്, കമാൻഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വിൽ ആണ് വരുന്നത്. ഓക്കെ, വിൽ, ഓർ യു ക്യാൻ ഓൾസോ യൂസ്. ഓക്കെ, സോ കം ഹിയർ, അപ്പൊ എന്താ വരാ? കം ഹിയർ, വിൽ യു? നീ ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഇർഫാൻ, ഫൈസ, യെസ്, കറക്റ്റ്, വെരി ഗുഡ്. വിൽ യു? ഓക്കെ, കം ഹിയർ, വിൽ യു? സോ ദീസ് ആർ ഇത് കൺഫ്യൂഷൻ ഉള്ളവർക്ക് മൈൻഡിൽ വെക്കാവുന്ന ടെക്നീക്സ് ആണ് ഇതൊക്കെ. ഓക്കെ, ഇംപെറേറ്റീവ്സ്, ഇതുപോലത്തെ കമാൻഡ്സ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വില്ലാണ് വരുന്നത്. ഓക്കെ, സോ കം ഹിയർ, വിൽ യു? അതുപോലെ പ്ലീസ് സൈൻ ഹിയർ, അതെന്താണ്? ഒരു റിക്വസ്റ്റ് പോലെയാണ് അല്ലെ. പ്ലീസ് സൈൻ ഹിയർ, അപ്പൊ എന്താ വരിക? പ്ലീസ് സൈൻ ഹിയർ, വിൽ യു? അവിടെയും വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു എന്നും യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. പ്ലീസ് സൈൻ ഹിയർ, വിൽ യു? ഓക്കെ, സോ ദാറ്റ് ഇസ് സംതിങ് ദറ്റ് യു ക്യാൻ കീപ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ലെറ്റ്സ് ഗോ. ഇവിടെ എന്താ വരിക? യെസ്, ക്യാൻ യു വേണമെങ്കിൽ യൂസ് ചെയ്യാം. അമൻ, യു ക്യാൻ ഓൾസോ യൂസ് ക്യാൻ. പക്ഷെ നമ്മൾ റിക്വസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ആപ്റ്റ്. കം ഹിയർ, വിൽ യു എന്ന് ചോദിക്കുമ്പോഴാണ്, അങ്ങനെയാണ് ജനറലി നമ്മൾ ചോദിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് വിൽ യു. ഓക്കെ, ഇനി ലെറ്റ്സ് ഗോ, അവിടെ എന്താ വരിക? ഷാൽ വി? യെസ്, സുമയ്യ, ദേവി, അമൻ, ദാറ്റ്സ് കറക്റ്റ്. സോ ലെറ്റ്സ് ഗോ, ഷാൽ വി. വോണ്ട് വി അല്ല, ഷാൽ വി ആണ് കേട്ടോ, സോറി. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. ലെറ്റ് വന്നു കഴിഞ്ഞാൽ ഷാലാണ് കൂടുതലും വരുന്നത്, ഷാലാണ് വരുള്ളൂ. ലെറ്റ് വന്നാൽ, അപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ, കോൺവെർസേഷൻസിൽ ഇങ്ങനെ സപ്പോസിറ്റ്ലി ലെറ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി ഷാലാണ് ആൻസർ വരിക. ഓക്കെ, ലെറ്റ്സ് ഗോ, ഷാൽ വി? ഓക്കെ, ഇനി ഐ എം ടോൾ. ഓക്കെ, ഒരുപാട് പേര് ആമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അമൻ, ഫഹിം എന്നെ ഒരു 4 തവണ ആമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് അലി, യെസ്, ആമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദാറ്റ്സ് നോട്ട് ദി കറക്റ്റ് ആൻസർ. സദീദയാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സദീദ അറന്റ് ഐ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക, ഇതൊക്കെ എക്സെപ്ഷൻസ് ആണ്. ഓക്കെ, ഈ ആം എന്നുള്ളത് പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. ഞാൻ ടോളാണ്, അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത് എന്താണ്? തൊട്ട് മുമ്പ് എന്താ പഠിച്ചത്? പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ
നമ്മൾ നെഗറ്റീവ് ആണ് ക്വസ്റ്റ്യൻ ടാഗിൽ എഴുതുന്നത്. പക്ഷെ ആമിന് നമുക്ക് ആമൻറ്റ് എന്നുള്ള ഒരു വേർഡ് ഇംഗ്ലീഷിലില്ല. സോ ഇവിടെ പോസിറ്റീവ് ആം വരികയും പോസിറ്റീവ് സെന്റൻസ് ആവുകയും ചെയ്താൽ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആറൻറ്റ് എന്നാണ് എഴുതുക. ഓക്കെ, ആറൻറ്റ്. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? Do you understand? ഫൈൻ, ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ആം ഐ ആം ടോൾ ആറൻറ്റ് ഐ എന്നാണ് പറയുക. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ആം വന്നാൽ പോസിറ്റീവ് വന്നാൽ ഇവിടെ ആറൻറ്റ് ഐ എന്നാണ് യൂസ് ചെയ്യുക. ഇനി സപ്പോസിറ്റ്ലി ഇവിടെ ഐ ആം നോട്ട് ടോൾ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, ഐ ആം നോട്ട് ടോൾ, ഇവിടെ നെഗറ്റീവ് വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആം എന്നെ യൂസ് ചെയ്യാം, കാരണം ഇവിടെ ആം നോട്ട് എന്ന് വന്നു. അപ്പൊ ഇവിടെ നമുക്ക് പോസിറ്റീവ് യൂസ് ചെയ്യാം, ആം എന്ന് യൂസ് ചെയ്യാം. ഐ ആം നോട്ട് ടോൾ ആം ഐ എന്ന് ചോദിക്കാം. പക്ഷേ ഇവിടെ ആം പോസിറ്റീവ് വന്നു കഴിഞ്ഞാലാണ് ഇവിടെ എന്താവുന്നത്? ആറൻറ്റ് എന്നുള്ള നെഗറ്റീവ് ആവുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, സെൽമത്ത് വെരി സിമ്പിൾ മാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണ്. ഓക്കെ, ഗുഡ്. ആം ഐ എന്ന് ടൈപ്പ് ചെയ്തവർക്കൊക്കെ ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ, വിൽ മൂവ് ഓൺ. നമ്മൾ എന്തൊക്കെയാണ് ഡീൽ ചെയ്തത്? ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറയുമ്പോൾ ഓക്സിലറി വേർബ്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിന്റെ ആൻസേഴ്സ് എങ്ങനെ കണ്ടെത്താം. ആൻഡ് ഓക്സിലറി വേർബ്സ് ഇല്ല, സപ്പോസിറ്റ്ലി ഓക്സിലറി വേർബ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഹൗ ടു ഫൈൻഡ് ഔട്ട് ദി ആൻസർ അല്ലെ. ഐ കം, അപ്പൊ നമ്മൾ വേർബ് വെച്ചിട്ട് അതിന്റെ ഫോം കണ്ടെത്തും. ആൻഡ് കമാൻഡ്സ്, ഇമ്പെരറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നമുക്ക് വില്ല് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ലെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഷാൽ. ലെറ്റ് വന്നാൽ വി കൻ യൂസ് ഷാൽ. അത് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കണ്ട, യു കൻ യൂസ് ഷാൽ. ആൻഡ് ഐ എം ടോൾ പോസിറ്റീവ് സെന്റൻസ് ആവുകയും ആം വരികയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗിൽ ആറൻറ്റ് ഐ എന്നാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കോൺവെർസേഷൻസ് എക്സാമിന് ചോദിക്കുമ്പം അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ ടാഗ്സ് ഒക്കെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കോൺവെർസേഷൻസ് ഇങ്ങനെ തന്നിട്ടുണ്ടാകും, എന്നിട്ട് ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ടാവും. ചിലത് അവർ തന്നെ ഫില്ലിങ് ചെയ്യും, ചിലത് ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകണം, ഓക്കെ, സോ ഇവിടെ അവർ ഇഫ് ക്ലോസ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവിടെ അവർ ക്വസ്റ്റ്യൻ ടാഗ്സ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഇപ്പൊ ക്ലിയർ ചെയ്തു. നൗ വി ആർ ഗോയിങ് ടു ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസ് എന്താണ്? Does anyone know what if clause is? If clause എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ സെന്റൻസസ് ആണ്. കണ്ടീഷണൽ സെന്റൻസസിലാണ് ഇഫ് ക്ലോസ് ഉണ്ടാകുക. ഇതും നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഒരു കോമൺ ആയിട്ട് വരുന്നതാണ്, കോൺവെർസേഷൻസിൽ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇഫ് ക്ലോസ് എന്നുള്ളത്. കണ്ടീഷണൽ സെന്റൻസസ് ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത് മനസ്സിലാക്കാൻ കഴിയും അല്ലെ. ഒരു കണ്ടീഷൻ വെക്കുക. നമ്മൾ പറയില്ലേ, നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഇത് വാങ്ങിത്തരും, അങ്ങനെ പറയില്ലേ? അതെന്താണ്? കണ്ടീഷൻ വെക്കുകയാണ് അല്ലെ. നീ നന്നായിട്ട് പഠിച്ചാൽ ഞാൻ നിനക്ക് ഒരു ബൈക്ക് വാങ്ങിത്തരും. സോ ദാറ്റ് ഈസ്, നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് അറിയില്ലേ, അത് കണ്ടീഷൻ വെക്കുകയാണെന്ന് പറയും നമ്മൾ. സോ അങ്ങനെ ആലോചിച്ചാൽ മതി. കണ്ടീഷണൽ സെന്റൻസസ് ആണ്. ഇഫ് വന്നു കഴിഞ്ഞാൽ ഇഫ് ക്ലോസ്, ദാറ്റ് ഈസ് കണ്ടീഷണൽ സെന്റൻസസ്. ഈസ് ഇറ്റ് ക്ലിയർ? കണ്ടീഷണൽ സെന്റൻസസ്. ഓക്കെ, സോ ഹിയർ വി കൻ ലുക്ക് അറ്റ് ദി എക്സാമ്പിൾസ് ഹിയർ. ഇഫ് യു ലിസൺ ടു ദ ടീച്ചർ, ഇവിടെ കണ്ടീഷൻ വന്നു അല്ലെ. നീ ടീച്ചർ പറയുന്നത് അനുസരിച്ചാൽ, അവിടെ എന്താണ്? ഒരു കണ്ടീഷൻ വെക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇഫ് ക്ലോസ്. ഇഫ് യു ലിസൺ ടു ദ ടീച്ചർ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഈ ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാകും. അപ്പൊ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇഫ് യു ലിസൺ എന്ന് വന്നു ഫസ്റ്റില്. അതുപോലെ ഇഫ് യു ലിസൺഡ് ടു ദ ടീച്ചർ, നീ കേട്ടാൽ യു വുഡ് അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ദെയർ വി ഹാവ് സെക്കൻഡ് ഫോം. ഇഫ് യു ഹാഡ് ലിസൺ ടു ദ ടീച്ചർ യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ്. അവിടെ V3 ആണ് വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മുകളിൽ V1 എന്താണ്, V2 എന്താണ്, V3 എന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ വരിക? ചിലപ്പോൾ ഈ ഒരൊറ്റ സെന്റൻസ് എഴുതിയിട്ടുണ്ടാവും, ബാക്കി ബ്ലാങ്ക് ഇട്ടിട്ടുണ്ടാവും. സോ ദെയർ യു ഹാവ് ടു ഫിൽ ഇൻ. ഈ ഒരു സെന്റൻസിനെ കണക്ട് ചെയ്തിട്ട് ലോജിക്കലി കണക്ട് ആവണം കേട്ടോ. നമ്മൾ ഈ ഒരു സെന്റൻസ് എഴുതിയിട്ട് അതിനായിട്ട് കണക്ഷൻ ഇല്ലാത്ത എന്തെങ്കിലും എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടൂല. അത് മാത്രമല്ല, ഇവിടുത്തെ ടെൻസ് എന്താണോ അത് അതിനനുസരിച്ചുള്ള ടെൻസ് ആണ് ഇവിടെ എഴുതേണ്ടത്. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു നോട്ട് വൈൽ റൈറ്റിംഗ് ദി എക്സാം. ഓക്കെ, എക്സാം എഴുതുന്ന സമയത്ത്
ഇവിടെ ഏത് ടെൻസ് ആണോ ഉള്ളത് അത് തന്നെ ഫോളോ ചെയ്തിട്ട് എഴുതണം. ഇവിടെ ഇഫ് യു ലിസൺ ടു ദ ടീച്ചർ എന്ന് ഉള്ളിടത്ത് നിങ്ങൾ ഇഫ് യു വുഡ് ഹാവ് അണ്ടർസ്റ്റാൻഡ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, ബിക്കോസ് ദാറ്റ് ഈസ് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ്. ഇറ്റ് ഈസ് റോങ്. ഓക്കെ, സോ ഇഫ് യു ലിസൺ ടു ദ ടീച്ചർ യു വിൽ അണ്ടർസ്റ്റാൻഡ്. അവിടെ ഫസ്റ്റ് ഫോം വന്നു, അതുകൊണ്ട് വിൽ എഴുതി. ഇഫ് യു ലിസൺഡ് ടു ദ ടീച്ചർ യു വുഡ് അണ്ടർസ്റ്റാൻഡ്, അവിടെ സെക്കൻഡ് ഫോം വന്നു. ഇഫ് യു ഹാഡ് ലിസൺ ടു ദ ടീച്ചർ യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, അത് മാത്രമേ ഇതിൽ നിങ്ങൾക്ക് മൈൻഡിൽ വെക്കാനുള്ളൂ. ഇഫ് ക്ലോസ് വന്നു കഴിഞ്ഞാൽ കോൺവെർസേഷൻസിൽ ഇഫ് ക്ലോസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട കാര്യം ഇത് മാത്രമാണ്. ദ ടെൻസസ് ഷുഡ് sync. It should be the same. So is that clear? If clause അത്രേ ഉള്ളൂ. Is it clear? We have a few more sentences here, and with this we will conclude today's class. The last activity ആണ് ഇത്. ജസ്റ്റ് ഒന്ന് നല്ല ആക്റ്റീവ് ആയിട്ട് എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യും. If you study well dash. Can someone answer? If you study well dash. Okay, so we have Sadida answering you will win. Alle, if you study well you will win. Okay, nee nallon padichale nee jayikku. You will pass your exams. All right, that's correct. You will score good marks, Muhammad Nihal. You will win, Muhammad Ali. You will get high score, Vinaya. You will get good mark. Adellam correct aanu. That's good. If you study well, you will. That's correct. You will get good mark. Ivide you will. ബാക്കി എല്ലാവരും പറഞ്ഞതും കറക്റ്റ് ആണ് കേട്ടോ. ഇനി if you wrote your homework, ഇവിടെ എന്താ വരിക? If you wrote your homework. If you wrote your homework. നീ ഹോംവർക്ക് എഴുതിയാൽ ഓക്കെ, ഇവിടെയും ഒരുപാട് പേര് വില്ല് യൂസ് ചെയ്തു അല്ലെ. ഇവിടെ നമുക്ക് വില്ല് എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് വില്ല് എഴുതാൻ പറ്റാത്തത്? ഇവിടെ നമ്മൾ വില്ല് യൂസ് ചെയ്തു ബിക്കോസ് ഇവിടെ സ്റ്റഡി എന്നാണ് വന്നത് അല്ലെ. സ്റ്റഡി എന്നുള്ളത് ഫസ്റ്റ് ഫോം ആണ്, വേർബിന്റെ ബേസ് ഫോം ആണ്. സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ് അല്ലെ. അപ്പൊ സ്റ്റഡി എന്നുള്ളത് ബേസ് ഫോം ആയതുകൊണ്ടാണ് ഇവിടെ വില്ല് നമ്മൾ യൂസ് ചെയ്തത്. അതാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. ഇവിടെ ലിസൺ എന്ന് വന്നു, അതുകൊണ്ട് വില്ല് യൂസ് ചെയ്തു. ലിസൺഡ് എന്നാണെങ്കിൽ സെക്കൻഡ് ഫോം ആണെങ്കിൽ V2 ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇവിടെയും അത് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ അത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റില്ല. സ്കോർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ. ഇഫ് യു ഹാഡ് ലിസൺ ടു ദ ടീച്ചർ യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് അല്ലെ. ലിസൺഡ് ടു ദ ടീച്ചർ യു വുഡ് ഹാവ്. ഇവിടെ ഹാഡ് ലിസൺഡ് എന്ന് വന്നു, അതുകൊണ്ട് വുഡ് ഹാവ് എന്ന് എഴുതി അല്ലെ. ഇവിടെ ജസ്റ്റ് വുഡ് എഴുതിയിട്ടുള്ളൂ, ഇവിടെ വുഡ് ഹാവ് എന്ന് എഴുതി. എന്തുകൊണ്ടാണ് വുഡ് ഹാവ് എന്ന് എഴുതിയത്? ഹാഡ് ലിസൺഡ് എന്ന് എഴുതിയോണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ. ഇഫ് യു റോട്ട് യുവർ ഹോംവർക്ക്. റോട്ട് എന്നുള്ളത് എന്താണ്? സെക്കൻഡ് ഫോം ആണ്. അപ്പൊ എന്താ വരേണ്ടത്? വുഡന്റ് ഹാവ് ബീൻ സ്റ്റാൻഡിങ് എന്നല്ല, യു വുഡ് ഗെറ്റ്. ഓക്കെ, ഇവിടെ വില്ല് യൂസ് ചെയ്തവര് മാറ്റിയിട്ട് വുഡ് ആക്കുക കേട്ടോ, വുഡ് ഹാവ് അല്ല. കാരണം ഇവിടെ ഇഫ് യു ഹാഡ് റിട്ടൺ എന്നാണ് പറഞ്ഞത്. ഹാഡ് റിട്ടൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? വുഡ് ഹാവ് യൂസ് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ ജസ്റ്റ് സെക്കൻഡ് ഫോം ആയിട്ടുള്ളൂ അല്ലെ. ഇത് എന്ത് ഫോമാണ്? റോട്ട് എന്നുള്ളത് എന്ത് ഫോമാണ്? ഇറ്റ്സ് V2 അല്ലെ. സെക്കൻഡ് ഫോം അല്ലേ, റൈറ്റ്? റോട്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ടെൻസും ഇഫ് യു റോട്ട് യുവർ ഹോംവർക്ക്, ഇഫ് യു റോട്ട് യുവർ ഹോംവർക്ക് യു വുഡ് ഗെറ്റ്. Okay, you would get good grades or you would get an A+. Okay, clear aile? Right. Okay, now Anshida, Aman, Haizam, Vintage Event, Ahmad Nihan, Safiya, Minha, Sumayya. Okay, so you've all written correctly. If you wrote your homework, you would get good marks, good grades, A+, whatever it is. If you had completed your assignment, ഇവിടെ എന്താ വരിക? If you had completed your assignment. സിയാദ് നിഹാദ് ചോദിച്ചിട്ടുണ്ട് വുഡ് നോട്ട് എഴുതാൻ പറ്റുമോ എന്നാണ്. വുഡ് നോട്ട് എഴുതാം, എഴുതുന്നതിലല്ല പ്രശ്നം, പക്ഷേ ഇറ്റ് ഷുഡ് മേക്ക് എ പ്രോപ്പർ മീനിങ് അല്ലെ. ലോജിക്കൽ മീനിങ് കിട്ടണം. ഇഫ് യു റോട്ട് യുവർ ഹോംവർക്ക് എഴുതിയാൽ നിനക്ക് യു വുഡ് നോട്ട് ഗെറ്റ്
ഓർ യു വുഡ് നോട്ട് ഫെയിൽ അങ്ങനെ പറയാം. ഇപ്പൊ ഗെറ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് നീ ഹോംവർക്ക് എഴുതിയാൽ നീ ഫെയിൽ ആകില്ല എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ വുഡ് നോട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചാണ്. വുഡ് യൂസ് ചെയ്താൽ ദ മീനിങ് ഷുഡ് മേക്ക് സെൻസ്. നമ്മൾ പറയുന്നത് മീനിങ് അവിടെ പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇഫ് യു ഹാഡ് കംപ്ലീറ്റഡ് യുവർ അസൈൻമെന്റ് യു വുഡ് ഹാവ് ഗെറ്റ് അല്ല, യു വുഡ് ഹാവ് ഗോട്ട് അല്ലെങ്കിൽ ഗോട്ടൺ അല്ലെ. അതെന്തുകൊണ്ടാണ്? തേർഡ് ഫോം ആണ് വരുന്നത് അവിടെ. ഹാഡ് കംപ്ലീറ്റഡ് എന്ന് വന്നു. ഹാഡ് കംപ്ലീറ്റഡ് എന്നുള്ളത് എന്താണ്? V3 ആണ്. അപ്പൊ ഇഫ് യു ഹാഡ് കംപ്ലീറ്റഡ് യുവർ അസൈൻമെന്റ് യു വുഡ് ഹാവ് ഗോട്ടൺ എന്നാണ് വരിക അല്ലെ. ഗോട്ട് അല്ലെങ്കിൽ ഗോട്ടൺ എന്നും തേർഡ് ഫോമിന് ഗോട്ടൺ എന്നും പറയാറുണ്ട്. നമുക്ക് ഗോട്ട് എന്നും എഴുതാം. ഓക്കെ, ഗോട്ട് ഈസ് ഓൾസോ കറക്റ്റ് ഫോം. ഇഫ് യു വുഡ് ഹാവ് ഗോട്ട് ഇതെന്താണ്? തേർഡ് ഫോം ആണ്. ഓക്കെ, തേർഡ് ഫോം ആണ്. ഇനി നെക്സ്റ്റ് വൺ എന്താ? ഇഫ് യു സ്ലീപ്പ് ഏർലി അതെന്താണ്? യെസ്, if you sleep early you will wake up early. Okay, that's correct. സുമയ്യ, സദീദ, മുഹമ്മദ് ഹാദി, ഹയ എല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇഫ് യു സ്ലീപ്പ് ഏർലി യു വിൽ എന്ന് പറയാം, യു ക്യാൻ എന്നും പറയാം കേട്ടോ. ഹയ കറക്റ്റ് യു ക്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹയ ഡിലീറ്റ് ചെയ്യണ്ട, ഐ സോ ദ മെസ്സേജ്, അത് കറക്റ്റ് ആണ്. ഓക്കെ, തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇഫ് യു സ്ലീപ്പ് ഏർലി ഹയ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. യു ക്യാൻ, എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാം. You can wake up early. If you slept early ആണെങ്കിലോ? Yes, can you use ചെയ്യാം. ഇവിടെ if you sleep early you can wake up early. If you slept early എന്നാണെങ്കിലോ? You would got up എന്നല്ല, you could get up. ഇവിടെ can യൂസ് ചെയ്തു. If you sleep early you can get up early അല്ലെ. എന്തുകൊണ്ടാണ്? ഇവിടെ സ്ലീപ്പ് അത് V1 ആണ്, വിച്ച് ഈസ് ദ ബേസ് ഫോം ഓഫ് verb. അതുകൊണ്ട് ഇവിടെ can യൂസ് ചെയ്തു. സ്ലെപ്റ്റ് ഏർലി, സ്ലെപ്റ്റ് എന്നുള്ളത് V2 ആണ്, ഇറ്റ്സ് ദ പാസ്റ്റ് ടെൻസ്. സോ ഇഫ് യു സ്ലീപ്പ് ഏർലി യു കുഡ് അല്ലെ. ദിസ് ഈസ് ദ സെക്കൻഡ് ഫോം. ക്യാനിന്റെ ഇതാണ് കുഡ്. അതുപോലത്തെ തന്നെയാണ് ഇത്. ഇനി ഇഫ് യു ഹാഡ് സ്ലെപ്റ്റ് ഏർലി ആണെങ്കിലോ? നീ നേരത്തെ ഉറങ്ങിയിരുന്നെങ്കിൽ എന്നാണ് ഇതിന്റെ മീനിങ് വരിക. ഇഫ് യു ഹാഡ് സ്ലെപ്റ്റ് ഏർലി, നീ നേരത്തെ ഉറങ്ങിയിരുന്നെങ്കിൽ അപ്പൊ എന്താ ആൻസർ വരിക? യു കുഡ് ഹാവ്. ഹയ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. യു കുഡ് ഹാവ് അല്ലെ. ഇവിടെ എന്ത് വന്നു? ഹാഡ് സ്ലെപ്റ്റ്. സ്ലീപ്പ്, സ്ലെപ്റ്റ്, ഹാഡ് സ്ലെപ്റ്റ് എന്ന് വന്നു. ഇവിടെ ഹാഡ് സ്ലെപ്റ്റ് V3 ആണത്, വിച്ച് ഈസ് ദി തേർഡ് ഫോം ഓഫ് വേർബ്. അതുകൊണ്ടാണ് ഇവിടെ കുഡ് ഹാവ് എന്ന് വന്നത്. ഇവിടെ ക്യാൻ വന്നു, കുഡ് വന്നു, കുഡ് ഹാവ് എന്ന് വന്നു. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? യെസ്. Okay, so this is all that you have to keep in mind while writing about if clause. Conversationsൽ ജനറൽ ആയിട്ട് വരുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? ഫ്രേസൽ വേർബ്സ് എന്താണ് ഡിസ്കസ് ചെയ്തു അല്ലേ. കോമ്പിനേഷൻ ഓഫ് 2 വേർഡ്സ് ആണ്. വേർബ് വന്നു, അതിൻ്റെ കൂടെ അഡ്വേർബ് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ വന്ന് 2 വേർഡ്സ് നമ്മൾ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി പുതിയ വേർഡ് നമുക്ക് മീനിങ് അതിൽ നിന്ന് കിട്ടും. ഗിവ് അവേ എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഗിവ് അവേ എന്ന് ഓർത്താൽ നിങ്ങൾക്ക് ഫ്രേസൽ വേർബ് പെട്ടെന്ന് കിട്ടും. ഗിവ് എന്നുള്ളത് വേറെ വേർഡാണ്, അവേ എന്നുള്ളത് വേറൊരു വേർഡാണ്. ഇത് രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ ഗിവ് അവേ, വിച്ച് ഈസ് ഒരു ഗിഫ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനാണ് ഗിവ് അവേ എന്ന് പറയുന്നത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തു? ഓക്സിലറി വേർബ്സ് എന്താണ് ഡിസ്കസ് ചെയ്തു, ആൻഡ് ക്വസ്റ്റ്യൻ ടാഗ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, ആൻഡ് കണ്ടീഷണൽ സെന്റൻസസ് എന്താണ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഞാൻ പറഞ്ഞതൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. യു വുഡ് ഹാവ് വേക്കപ്പ് എന്നല്ല, യു വുഡ് ഹാവ് വോക്കൺ അപ്പ് കേട്ടോ. അതാരാ പറഞ്ഞത്? അൻഷിത് അല്ലെ. യു വുഡ് ഹാവ് വോക്കൺ അപ്പ് ഏർലി. എന്തുകൊണ്ടാണ് വോക്കൺ അപ്പ് വന്നത്? വെയ്ക്ക്, വോക്ക്, വോക്കൺ എന്നാണ് തേർഡ് ഫോം. വേർബിന്റെ വെയ്ക്കിന്റെ തേർഡ് ഫോം വോക്കൺ എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് V3 യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ശേഷം വരുന്ന വേർബ് ഇഫ് യു ഹാഡ് സ്ലെപ്റ്റ് ഏർലി യു വുഡ് ഹാവ് അല്ലെങ്കിൽ യു കുഡ് ഹാവ് വോക്കൺ അപ്പ് എന്നാണ് വരിക. ഓക്കെ, വോക്കൺ അപ്പ്. ക്ലിയർ ആയില്ലേ? Is it clear?
ഷാൽ എപ്പോഴാണ് യൂസ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് നിഹാല്. യു കെൻ യൂസ് ഇറ്റ് അക്കോർഡിംഗ് ടു ദി സെന്റൻസ്. ഓക്കെ, സെന്റൻസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏതാണ് നമുക്ക് ആപ്റ്റ് ആയിട്ട് അവിടെ തോന്നുന്നത് അവിടെ നമുക്ക് യൂസ് ചെയ്യാം. ഇഫ് യു സ്ലീപ്പ് ഏർലി യു ക്യാൻ ഗെറ്റ് അപ്പ് ഏർലി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആപ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. വിത്ത് ദിസ് വി വിൽ കൺക്ലൂഡ് ടുഡേസ് സെഷൻ കേട്ടോ. ഇന്ന് നമ്മൾ ജസ്റ്റ് ഈ ഏരിയാസ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. ഇഫ് യു വാണ്ട് മോർ ക്ലാസ്സസ് നമുക്ക് സമ്മറീസ് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഗ്രാമർ തന്നെ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് വേറെ ടോപ്പിക്സ് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എനിവേ വിത്ത് ദിസ് വി കം ടു എൻ എൻഡ്. താങ്ക് യു.